പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറ 49-ാമത്തെ വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യസൂമുനകും സൂഅൽ അദാബ്, അവർ നിങ്ങളെ കഠിനമായ ശിക്ഷകൾക്ക് വിധേയമാക്കി. ഫറോവയെ കുറിച്ചാണ് പറയുന്നത്, ഫറോവയുടെ ഭരണത്തെ കുറിച്ചാണ് പറയുന്നത്. ആ രാജ്യത്തെ ഒരു വിഭാഗം ജനങ്ങളെ, ബനു ഇസ്രായേല്യരായ ഒരു വിഭാഗം ജനങ്ങളെ, അവരെ കുടിയേറ്റക്കാരായി കണ്ടുകൊണ്ട് തൊഴിൽശാലകളിൽ പണിയെടുക്കുന്നവരും മൃഗങ്ങളെ പോലെ കണ്ടു എന്നതാണ് പരിശുദ്ധമായ ഖുർആൻ പറയുന്നത്. കഠിനമായ ശിക്ഷകൾക്ക് വിധേയമാക്കി. മുഫസ്സിറുകൾ കൃത്യമായി ബോധ്യപ്പെടുത്തുന്നുണ്ട്, ഭരണവർഗത്തിനു വേണ്ടി ബനു ഇസ്രായേല്യരെ കഠിനമായ ജോലികൾ ചെയ്യിച്ചു, നിർബന്ധിതമായ തൊഴിലുകൾ, ഫോഴ്സ്ഡ് ലേബർ. ഇന്നിന്റെ കാലഘട്ടത്തിൽ അങ്ങനെ നമുക്ക് വായിക്കാം. എന്തൊക്കെയാണ് അവരെ കൊണ്ട് ചെയ്യിച്ചത്? ഭാരമേറിയ തൊഴിലുകളിൽ ഏർപ്പെടുത്തി. ഒരു മനുഷ്യന് താങ്ങാൻ പറ്റാത്ത ഭാരം. നമുക്ക് ജോലി എന്ന് പറയുന്നത് ലിബറൽ ആയിരിക്കണം, അത് ചെയ്തു തീർക്കാൻ നമുക്ക് പറ്റണം. സമാധാനത്തോടെയും സന്തോഷത്തോടെയും ചെയ്തു തീർക്കാൻ പറ്റുന്നതായിരിക്കണം തൊഴിലുകൾ. പക്ഷേ അത്തരം തൊഴിലുകൾക്ക് പകരം കഠിനമായ ഭാരമായ തൊഴിലുകൾ, ആ തൊഴിലുകളിൽ ഏർപ്പെടുത്തിക്കൊണ്ടവരെ പീഡിപ്പിച്ചു എന്നതാണ് മുഫസ്സിറുകൾ പറയുന്നത്. 2, ഫറോവയുടെ രാജകീയ പദ്ധതികൾ. ആ രാജകീയ പദ്ധതികൾ രാജ്യത്ത് നടപ്പാക്കാൻ വേണ്ടി കൃത്യമായ പണികളിൽ ഏർപ്പെടുത്തി ഈ പറയപ്പെട്ട ഒരു വിഭാഗത്തെ. കെട്ടിട നിർമ്മാണങ്ങൾ ആ രാജ്യത്ത് നടക്കുമ്പോ കെട്ടിട നിർമ്മാണങ്ങളുടെ ഭാരപ്പെട്ട പണികളെല്ലാം അതെല്ലാം ചെയ്യാൻ വിധിക്കപ്പെട്ടവരായി മാറി ബനു ഇസ്രായേൽ സമൂഹം. ആ നാട്ടിലെ കൃഷിപ്പറമ്പുകളിൽ കൃഷി ചെയ്യാൻ, തൊഴിലിൽ ഏർപ്പെടാൻ നിർബന്ധിതമായി സ്വയമനസ്സാലയല്ല, ഒരു തൊഴിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സ്വാതന്ത്ര്യ ബോധത്തോടു കൂടി കടന്നു വരുന്നവരല്ല. നിർബന്ധിതമായി നിങ്ങൾ കൃഷിയിടങ്ങളിൽ പണിയെടുത്തേ പറ്റൂ, നിർബന്ധിതമായി നിങ്ങൾ കെട്ടിടങ്ങൾ നിർമ്മിച്ചേ പറ്റൂ, നിർബന്ധിതമായി നിങ്ങൾ രാജ്യത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടേ പറ്റൂ എന്ന് ഫോഴ്സ്ഡ് ലേബർ എന്ന് പറയുന്ന പദ്ധതിയിലൂടെ നിർബന്ധിതമായ തൊഴിലുകൾക്ക് വിധേയരാക്കിക്കൊണ്ട് ഫറോവ ആ നാട്ടിലെ ബനു ഇസ്രായേൽ സമൂഹത്തെ പീഡിപ്പിക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തിനു വേണ്ടിയാണ് ഫറോവ ആ നാട്ടിലേക്ക് കടന്നു വന്നവരെ നിർബന്ധിതമായി പണിയെടുപ്പിച്ചത്? യഥാർത്ഥത്തിൽ അതൊരു എക്കണോമിക്കൽ കൺട്രോളാണ്, സാമ്പത്തികമായ നിയന്ത്രണം. കാരണം ഒരു സമൂഹം സാമ്പത്തികമായി ഭദ്രമായി കഴിഞ്ഞാൽ, ശക്തരായി കഴിഞ്ഞാൽ, പിന്നെ അവർ രാഷ്ട്രീയപരമായി ശക്തമാകും എന്നതിന് യാതൊരു തർക്കവുമില്ല. സാമ്പത്തികമായിട്ട് തകർന്നു പോകുമ്പോഴാണ് ഒരു സമൂഹം അടിമകളായി പോകുന്നത്, അടിമകളെ പോലെ പണിയെടുക്കാൻ തയ്യാറാകുന്നത്. സാമ്പത്തികമായിട്ട് ഒരു സമൂഹം ഭദ്രമായാൽ അവർ പിന്നെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരും. പിന്നെ രാജ്യത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും രാജ്യത്തിന്റെ നിയന്ത്രണങ്ങളും രാജ്യത്തിന്റെ പരമാധികാരവും ഒക്കെ അത്തരം സമ്പന്നരിലേക്ക് പോകാറുണ്ട്. ഫറോവ അതൊരിക്കലും അനുവദിച്ചില്ല. ഇന്നിന്റെ ലോകത്തെ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്താൽ എത്രയോ ഉദാഹരണങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എങ്ങനെയാണ് ഈ രാജ്യത്തിലേക്കുള്ള വരവ്? ഒരു വ്യാപാര കമ്പനി എന്ന നിലയിലാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ രാജ്യത്തിലേക്ക് കടന്നു വന്നത്. വ്യാപാര ബന്ധങ്ങളിലൂടെ, വ്യാപാരത്തിലൂടെ അവർ വലിയ ശക്തികളായി മാറി, സമ്പന്ന ശക്തികളായി മാറി. പിന്നീട് അവർ രാഷ്ട്രീയം കയ്യേറി, സൈന്യം കയ്യേറി, പൊളിറ്റിക്കൽ പവറിലേക്ക് അവർ ഉയർന്നു വന്നു. ആ പവറിനെ അവർ വളർത്തി വലുതാക്കി അവസാനം ഇന്ത്യയുടെ പല ഭാഗങ്ങളും ഭരിക്കുന്ന അവസ്ഥയിലേക്ക് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വളർന്നു വന്നു. സാമ്പത്തികമായ ശക്തി രാഷ്ട്രീയ സ്വാധീനത്തിലേക്ക് വഴിമാറുമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വ്യാപാരവുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലേക്കുള്ള കടന്നുകയറ്റം. ചരിത്രത്തിന്റെ ഇന്നലകളിൽ ഏകാധിപതികളുടെ ഭരണം നമ്മൾ പരിശോധിച്ചാൽ ഒരേകാധിപതിയായ രാജാവും ആ രാജ്യത്തെ ജനങ്ങൾ സമ്പന്നരാകാൻ ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ട് ഫറോവ ചെയ്ത രണ്ടാമത്തെ പണി നിർബന്ധിതമായി അവരെ തൊഴിലാളികളാക്കി മാറ്റി, എന്നും അടിമകളാക്കി വെക്കാൻ വേണ്ടി പരിശ്രമിച്ചു. പരിശുദ്ധമായ ഖുർആൻ കൃത്യമായിട്ട് ഈ വിഷയത്തെയും പ്രതിപാദിക്കുന്നുണ്ട്.